ദിലീപിൻ്റെ കേസിൽ കോടതിയിലെ ഹാജരാക്കിയ മെമ്മറി കാർഡ് അത് ആരോ പരിശോധിച്ചതായിട്ട് കോടതിക്ക് ബോധ്യമായി, അന്വേഷണ ഉദ്യോഗസ്ഥന് ബോധ്യമായി, പ്രോസിക്യൂഷൻ നടത്തുന്ന അഡ്വക്കറ്റിനും ബോധ്യമായി. അത് 9/1/2018 അങ്കമാലി കോടതിയിൽ കേസിൻ്റെ കുറ്റചാർജ് ആദ്യം കൊടുത്തപ്പം അതിൻ്റെ കമ്മിറ്റൽ പ്രൊസീഡിങ്സിന് മുമ്പ് ആരോ ആ ദൃശ്യത്തിലെ ആഷ് വാല്യൂവിൽ മാറ്റം സംഭവിപ്പിച്ചു. അതിൻ്റെ ഫോട്ടോ എടുത്തു. ആ ഫോട്ടോ എടുത്ത ഏത് മൊബൈലാണ് യൂസ് ചെയ്ത് അതും വ്യക്തമായി. പിന്നീട് അതവിടുന്ന് കമ്മിറ്റ് ചെയ്ത് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻ ജഡ്ജിയിൽ വന്നപ്പോൾ അവിടെ 13/12/2018 വീണ്ടും ആരോ അത് പരിശോധിച്ചിരിക്കുന്നു. ദൃശ്യം പകർത്തിയിരിക്കുന്നു അവിടെയും. ആ ദൃശ്യം പകർത്തിയത് മാത്രമല്ല, ആഷ് അതിന് മാറ്റം വന്നു എന്ന് കരുതുന്നു. വീണ്ടും 29/1/2021 ഈ ട്രയൽ കോടതി തന്നെ, വിധി പ്രസ്താവിച്ച കോടതി വെച്ച് തന്നെ ഇതാരോ കണ്ടിരിക്കുന്നു, അതിൻ്റെ ആഷ് വാല്യൂവിന് മാറ്റം വന്നിരിക്കുന്നു. അങ്ങനെ ആ സംഭവം കോടതിയിൽ റിപ്പോർട്ട് ചെയ്തിട്ട് അത് ഫോറൻസിക് സയൻസ് ലാബറട്ടറിയിലെ ഡോക്ടർ കെ പ്രദീപ് അദ്ദേഹം അത് കോടതിയിൽ പരിശോധിച്ച ശേഷം പറഞ്ഞു, ഇതിൻ്റെ ആഷ് വാല്യൂവിന് മാറ്റം ഉണ്ടായി, ആരോ പരിശോധിച്ചിരിക്കുന്നു, അതിൻ്റെ ദൃശ്യം ആരോ ചോർത്തിയിരിക്കുന്നു എന്ന് കോടതി പറഞ്ഞു. അത് കൺഫേം ചെയ്തിട്ടുണ്ട്. കോടതി ഇതിനകത്ത് എന്താണ് നടപടിയെടുത്തത്? അത് പ്രോസിക്യൂഷൻ കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി. ഈ റിപ്പോർട്ട് കിട്ടിയിട്ട് ഏകദേശം 2 വർഷത്തോളം കോടതി അതിൽ നടപടിയൊന്നും എടുത്തില്ല. അതിന് ശേഷവും എടുത്തില്ല. കേസിൻ്റെ വിധി വന്നതിന് ശേഷവും ആ വിധിക്കകത്ത് എന്തെങ്കിലും പറയുന്നുണ്ടോ എന്നൊക്കെ അതിനകത്തുമില്ല. പരിപാവനമായ കോടതിയിൽ സൂക്ഷിച്ചിരിക്കുന്ന ഏറ്റവും വൈറ്റലായ, ഈ കേസിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ, ഈ കേസിൻ്റെ മുഴുവൻ ബേസിക് ആയിട്ടുള്ള ആ കേസ് ഇൻവെസ്റ്റിഗേഷൻ സ്റ്റാർട്ട് ചെയ്തതെല്ലാം ഈ കോടതിയിൽ സൂക്ഷിച്ചിരുന്ന ദൃശ്യത്തിലായിരുന്നു. ആ ദൃശ്യമാണ് 3 കോടതിയുടെ പരിധിയിൽ, അല്ലെങ്കിൽ 3 കോടതിയുടെ തൊണ്ടി സാധനങ്ങൾ സൂക്ഷിക്കുന്ന സ്ഥലത്തോ അവിടെ നിന്നും അതാരോ കൈകാര്യം ചെയ്തിരിക്കുന്നു, ആരോ അത് കണ്ടിരിക്കുന്നു, അതിൻ്റെ ഫോട്ടോ എടുത്തിരിക്കുന്നു, അതിൻ്റെ ആഷ് വാല്യൂവിൽ മാറ്റം സംഭവിപ്പിച്ചിരിക്കുന്നു. ഇത് വലിയൊരു കുറ്റം തന്നെയല്ലേ? കോടതിയിൽ നമ്മൾ ഏൽപ്പിച്ചിരുന്ന ഈ കേസിൻ്റെ അടിസ്ഥാനമായ തൊണ്ടി സാധനമാണ് കൈകാര്യം ചെയ്തത്. നമ്മളേലും വീറും വാശിയും ആ കാര്യത്തിൽ കോടതിക്ക് ഉണ്ടാകണ്ടേ? കോടതിക്കൊന്നും ഉണ്ടായില്ല, ഒരു നടപടിയില്ല. ജഡ്ജ്മെൻറ്റ് വന്നപ്പോൾ അതേപ്പറ്റി എന്തെങ്കിലും പറയുമെന്ന് വിചാരിച്ചു, അതിലുമില്ല. അതുകൊണ്ട് ജഡ്ജ്മെൻറ്റിന് ശേഷം ആ തൊണ്ടി സാധനങ്ങൾ, ആ ദൃശ്യങ്ങൾ അന്വേഷണ ഉദ്യോഗസ്ഥനെ തിരിച്ചേൽപ്പിച്ചു. അത് അപ്പീൽ കാലഘട്ടം വരെ, കേസിൻ്റെ തീർച്ച കാലഘട്ടം വരെ അത് സുരക്ഷിതമായിട്ട് സൂക്ഷിക്കണം എന്ന് കോടതി ഒരു നിർദ്ദേശവും കൂടെ കൊടുത്തു. പക്ഷേ കോടതി വെച്ച് ഇത് ആരോ കൈകാര്യം ചെയ്തു, 3 കോടതി വെച്ച്. അതിനെന്ത് നടപടി പ്രിൻസിപ്പൽ ജില്ലാ ജഡ്ജി സ്വീകരിച്ചു എന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ചോദ്യം തന്നെയാണ്. ഒന്നും സ്വീകരിച്ചിട്ടില്ല. അപ്പം ആ മെറ്റീരിയൽ ഓബ്ജക്റ്റ് കോടതിയിൽ ഹാജരാക്കിയ ശേഷം അതിനകത്ത് ചില മാറ്റങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ അതൊരു ക്രിമിനൽ ഓഫൻസാണ്. കോടതിയാണ് ക്രിമിനൽ ഓഫൻസ് കേസെടുക്കേണ്ടത്. കോടതി അത് പോലീസ് റിപ്പോർട്ട് ചെയ്യണമായിരുന്നു. എന്തുകൊണ്ട് ചെയ്തില്ല? ചെയ്യാതെ ആ ഫോറൻസിക് റിപ്പോർട്ട് തന്നെ ഇത് അടിസ്ഥാനപരമായി ഇതിലാരോ കൈകാര്യം ചെയ്തിരിക്കുന്നു എന്നുള്ള എവിഡൻസ് റിപ്പോർട്ട് 1-2 വർഷം തൊടാതെ വെച്ചിരുന്നു. ആ ജഡ്ജ്മെൻറ്റിലേക്ക് ഇതിനെ സംബന്ധിച്ച് എന്തെങ്കിലും പറയുമായിരിക്കും, അല്ലെങ്കിൽ ഒരു നടപടി ക്രിമിനൽ ഓഫൻസിന് നടന്നുകൊണ്ട് അതിലൊരു നടപടി സ്വീകരിക്കാൻ പോലീസിന് നിർദ്ദേശം കൊടുക്കുമെന്നാണ് ഞാൻ കരുതിയത്. ഒരു നിർദ്ദേശവും കൊടുത്തില്ല. അതുകൊണ്ട് ഇപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥൻ അദ്ദേഹം കോടതിയിൽ ഏൽപ്പിച്ച ആ ദൃശ്യം അത് തിരികെ ഇപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥൻ്റെ കയ്യിൽ വന്നിരിക്കുന്നു. അതിൻ്റെ ആഷ് വാല്യൂ വ്യത്യാസം വന്നിട്ടുണ്ട്. കോടതി ഏൽപ്പിച്ചപ്പോൾ അതൊന്നും ഇല്ലായിരുന്നു. ഇപ്പം തിരികെ കിട്ടിയപ്പം അത് ആഷ് വാല്യൂവിലും അതിൻ്റെ ദൃശ്യങ്ങൾ ആരോ 3 കോടതിക്കകത്തു നിന്നും ചോർത്തിയിരിക്കുന്നു. ഇതൊരു ക്രിമിനൽ ഓഫൻസാണ്. രാത്രിയിലും ചോർത്തിയിട്ടുണ്ട്. അതേസമയത്ത് 1 ഡേ ടൈമിലാണ്, 2 രാത്രിയിലാണ്. അതുകൊണ്ട് ഇന്ത്യൻ പീനൽ കോഡിൽ
ക്രിമിനൽ ട്രസ്പാസ് 457, 454 നിലനിൽക്കും. അതോടൊപ്പം തൊണ്ടി സാധനത്തിൽ മാറ്റം വരുത്തിയത് അത് അടുത്തൊരു ഒഫൻസാണ്. അപ്പം ഈ കേസിൻ്റെ ബൈജു പൗലോസ് ഏൽപ്പിച്ച തൊണ്ടി സാധനത്തിന് മാറ്റം വന്നിരിക്കുന്ന കൈ കിട്ടിയതുകൊണ്ട് അതുകൊണ്ട് 3 സ്ഥലത്തും 3 കേസുകൾ രജിസ്റ്റർ ചെയ്യണം. അങ്കമാലിയിലെ പോലീസ് സ്റ്റേഷനിലും എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ ഈ 2 പ്രിൻസിപ്പൽ ജില്ലാ ജഡ്ജി ഇരിക്കുന്ന സ്ഥലവും ഇപ്പോൾ ട്രയൽ കോടതി ഇരിക്കുന്ന സ്ഥലവും അത് 3 സ്ഥലത്ത് സെപ്പറേറ്റ് ഒഫൻസ് ആയതുകൊണ്ട് അത് ബൈജു പൗലോസ് മൊഴി കൊടുത്ത് കേസ് രജിസ്റ്റർ ചെയ്യണം. തൻ്റെ കൈ കിട്ടിയ ആ തൊണ്ടി സാധനം വീണ്ടും ഫോറൻസിക് പരിശോധനയ്ക്ക് കോടതി മുഖേന അയക്കുകയും ചെയ്യണം. ആരാണ് ഇത് കൈകാര്യം ചെയ്തത് എന്ന് കണ്ടെത്തണം പോലീസ്. കോടതി അത് ചെയ്യാത്തതുകൊണ്ട് ആ ഉത്തരവാദിത്തം ആ പോലീസ് ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹത്തിൻ്റെ കേസാണ്. അദ്ദേഹത്തിൻ്റെ മൊഴി പകർത്തി കേസ് അടിയന്തരമായിട്ട് രജിസ്റ്റർ ചെയ്യണം എന്നാണ് ഞാൻ കരുതുന്നത്. കാരണം ക്രിമിനൽ ഒഫൻസാണ്. പ്രത്യേകിച്ച് വെളിയിലുള്ള അല്ല, കോടതിക്ക് അകത്ത് വെച്ചുണ്ടായ ഒരു ക്രിമിനൽ ഒഫൻസ്. അത് രാത്രിയിൽ കാണിച്ചിട്ടുണ്ടെങ്കിൽ, രാത്രിയിലാണ് കൃത്രിമം കാണിച്ചെങ്കിൽ 457 IPC, അത് ഡേ ടൈമിലാണെന്നുണ്ടെങ്കിൽ 454. തൊണ്ടി സാധനങ്ങൾക്ക് മാറ്റം വന്ന് അത് ഡിസ്ട്രോയ് ചെയ്യാൻ ശ്രമിച്ചതിന് അടുത്ത ഒഫൻസ്. അത് അവിടെ ട്രസ്പാസ് ചെയ്ത് ആരായാലും ശരി, എത്ര വലിയ ആളായാലും ശരി, അതിനൊരു കേസ് രജിസ്റ്റർ ചെയ്യണം. അതിന് കോടതിയുടെ അനുവാദം ആവശ്യമില്ല. കോടതിയിലെ ആ സാധനം ഏൽപ്പിച്ച സമയത്ത് അത് ആരോ കൈകാര്യം ചെയ്യുന്ന കോടതിക്ക് ബോധ്യമായെങ്കിൽ കോടതി അത് അന്ന് പരാതിപ്പെടണമായിരുന്നു പോലീസ് സ്റ്റേഷനിൽ. അതിനെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യണമായിരുന്നു. അത് കോടതി ചെയ്തില്ല. അതുകൊണ്ട് അന്വേഷണ ഉദ്യോഗസ്ഥൻ കൃത്യമായിട്ട് 3 സ്ഥലത്ത് റിപ്പോർട്ട് ചെയ്ത് കേസ് രജിസ്റ്റർ ചെയ്യണം. ആ തൊണ്ടി സാധനം വീണ്ടും പരിശോധനയ്ക്ക് അയക്കണം. അതിൻ്റെ ഒറിജിനൽ എന്നാണ് പരിശോധിച്ചത് അന്നേരം ഉണ്ടായിരുന്നത് അവർ ഫോറൻസിക് എക്സ്പെർട്ട് കണ്ടിട്ടുണ്ട്. അതിനുശേഷം മാനിപ്പുലേഷൻ നടത്തിയ സമയത്ത് ആ കാര്യം കോടതിയിലെ ഫോറൻസിക് എക്സ്പെർട്ട് കണ്ടിട്ടുണ്ട്. ഇപ്പം കോടതിയിൽ നിന്ന് തിരിച്ചേൽപ്പിച്ച ആ സംഗതിക്ക് വീണ്ടും പരിശോധനയ്ക്ക് അയക്കണം. ഒറിജിനലുമായിട്ട് കമ്പയർ ചെയ്യണം. 3 സ്ഥലത്തും വെച്ച് ആരോ കണ്ടിരിക്കുന്നു എന്നതിലും അതിനും എവിഡൻസ് ഉണ്ട്. അതുകൊണ്ട് ക്രിമിനൽ ഒഫൻസാണ് കോടതിക്കകത്ത് നടത്തിയത്. കോടതി കോഗ്നിസൻസ് എടുത്തില്ലെങ്കിലും SHOയ്ക്കാണ്, ലോക്കൽ SHOയ്ക്കാണ് ആ കേസ് രജിസ്റ്റർ ചെയ്യേണ്ട ആവശ്യം. അതിന് കോടതിയുടെ കൺസെൻറ്റ് ഇനി ആവശ്യമില്ല. കാരണം കോടതി തിരിച്ചേൽപ്പിച്ചതിനകത്ത് മാനിപ്പുലേഷൻ വന്നിട്ടുണ്ട്. കോടതി അത് റിപ്പോർട്ട് ചെയ്യേണ്ടതായിരുന്നു, ചെയ്തേയില്ല. പക്ഷേ ആ ഒറിജിനൽ തൊണ്ടിയിൽ മാറ്റം സംഭവിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതൊരു ക്രിമിനൽ ഒഫൻസാണ്, കോടതിക്കകത്ത് വെച്ചായതുകൊണ്ട് അത് കോടതിയെ ചോദ്യം ചെയ്ത് വിറ്റ്നസ് ആക്കിയാൽ മതി. അതിന് നടപടിയെടുക്കണം. ആരാണ് കുറ്റക്കാരെന്ന് പോലീസ് കണ്ടെത്തണം എന്ന് തന്നെയാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. കാരണം ഇവിടെ തിരുവനന്തപുരത്ത് ഒരു ആന്റണി രാജു MLAയുടെ കേസിനകത്ത് കോടതിക്കകത്ത് വെച്ച് തൊണ്ടി സാധനത്തിന് മാറ്റം വരുത്തി സംഭവത്തിൽ ലോക്കൽ പോലീസ് സ്റ്റേഷനിൽ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. കോടതി അത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ എന്തുകൊണ്ട് റിപ്പോർട്ട് ചെയ്തിട്ടില്ല? അപ്പോൾ പ്രീസിഡൻറ്റും അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് അടിയന്തരമായിട്ട് ഇതിന് കേസ് രജിസ്റ്റർ ചെയ്യാൻ ആ DYSP തയ്യാറാകണം. മൊഴി കൊടുത്ത് 3 പോലീസ് സ്റ്റേഷനിൽ മൊഴി കൊടുത്ത് കേസ് എടുക്കണം. അതിനകത്ത് ലീഗലായിട്ട് ഒരു പ്രശ്നവും ഇല്ല. വരട്ടെ, പ്രശ്നം ഉണ്ടെങ്കിൽ അത് കോടതി തീരുമാനിക്കട്ടെ. ഹൈക്കോടതിയിൽ സുപ്രീം കോടതി ഉണ്ടല്ലോ നമുക്കിവിടെ. ഹയർ കോടതി അത് തീരുമാനിക്കട്ടെ. കോടതിയിരിക്കുന്ന ഒരു തൊണ്ടി സാധനം ആരെങ്കിലും കോടതിയുടെ അനുവാദമില്ലാതെ കൈകാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന് ആ കൈകാര്യം ചെയ്തവരാരായാലും അവർ കുറ്റക്കാരാണ്. എന്തുകൊണ്ടാണ് കോടതി അത് റിപ്പോർട്ട് ചെയ്യാത്തത്? അതൊരു ക്രിമിനൽ ഒഫൻസാണ്. അത് കോടതി അറിഞ്ഞിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടില്ലെങ്കിൽ അതിൻ്റെ അകത്ത് കോടതിയുടെ റോള് എന്താണ് എന്നും ആ അന്വേഷണ ഉദ്യോഗസ്ഥൻ കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് ഈ 3 സംഭവങ്ങൾ 2018-ലും 2019-ലും ഉണ്ടായ 2021-ലുണ്ടായ ഈ 3 സംഭവങ്ങൾക്കെതിരായി 3 കേസ് രജിസ്റ്റർ ചെയ്യണമെന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം.